കൃഷ്ണാശ എവിടെയാ പോന്നെ? നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നല്ല റോഡാണ്, പക്ഷേ ഇടക്കിടക്ക വലിയ പാതാള കുഴിയുണ്ട്. എവിടെ? പാളത്തിറക്ക പാളത്തിന് അതിന് സമരം? അതിന് സമരം. ആര് സമരം ചെയ്യുന്നത്? പ്രതിഷേധ സൂചകമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തില് ഇന്ന് സമരം ചെയ്യുന്നുണ്ട്. ബദർഖാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC പ്രസിഡന്റ് ഫൈസൽ അവർ സംബന്ധിക്കുന്നു. ഇന്നിപ്പോ പോകുന്നത് ചെർക്കള കള്ളടുക്ക റോഡിന്റെ ശോചനീയ വ്യവസ്ഥയ്ക്ക് എതിരായി സമരം ചെയ്യാൻ വേണ്ടി പള്ളത്തിർക്കത്തേക്ക് പോകുന്നത്. കേരള സർക്കാരിന്റെ അനാസ്ഥക്കെതിരായി റോഡുകളെല്ലാം പൊട്ടി പാലിച്ചായിട്ട് അപകടം സംഭവിക്കുന്ന ഈ സമയത്ത് സർക്കാർ ഒരു കാര്യം ചെയ്യാതെ ഈ സമയത്ത് മെഡിക്കൽ കോളേജ് റോഡ് മാത്രമല്ല, ഇത് കർണാടകക്ക് ബന്ധിപ്പിക്കുന്ന റോഡാണ്. അതായത് കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബദിയടുക്ക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് റോഡ് ഉപരോധ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പോകുന്നത് മരാമത്ത് മന്ത്രി എവിടെ പോയി? എടുത്ത് നടക്കുമ്പോൾ റോഡിലെ കുഴി എടുത്തു നടക്കും. ഓർത്തോ റിയാസേ, റോഡുകളാകെ ഗതാഗതയോഗ്യമാക്കും. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. ഇന്നീ സമരം സൂചന മാത്രം. അറിഞ്ഞോ നാട്ടാര്? റോഡാകെ കുഴിയാണ്. എവിടെ പോയി? മരാമത്ത് മന്ത്രി എവിടെ പോയി? എടുത്ത് നടക്കുമ്പോൾ റോഡിലെ കുഴി എടുത്തു നടക്കും. ഓർത്തോ റിയാസേ, റോഡുകളാകെ ഗതാഗതയോഗ്യമാക്കും. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. ഇന്നീ സമരം സൂചന മാത്രം. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ, 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 ചെർക്കള കള്ളടുക്ക റോഡിന്റെ ശോചനീയ അവസ്ഥക്കെതിരായി ഇന്ന് ബദിയടുക്ക മണ്ഡല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രകാരം നമ്മുടെ DCCയുടെ പ്രസിഡന്റ് എല്ലാ പരിപാടിക്കും നമ്മളെ കൂടെ നിൽക്കുന്ന, അതുപോലെ തന്നെ എല്ലാ പരിപാടിയിൽ ജനങ്ങളോട് ബന്ധിപ്പിക്കുന്ന നേതാവാണ് DCC പ്രസിഡന്റ് PK ഫൈസൽ. ഈ പരിപാടിയിലേക്ക് ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മൾ ഈ ഉദ്ഘാടന പരിപാടിക്ക് എത്തിയിട്ടുണ്ട് DCC പ്രസിഡന്റ്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൻ്റെ ചാർജ് വഹിക്കുന്ന DKDFിൻ്റെ നേതാവും ഈ മണ്ഡലത്തിൻ്റെ ചാർജിലുള്ള വാസുദേവൻ നായർ, അതുപോലെ തന്നെ പേരെടുത്ത് പറയുന്നില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി നമ്മൾ ശ്രീനാഥ് അടുക്ക്, ഖാദർമാനി അടുക്ക്, നേതാക്കന്മാരെ പേരെടുത്ത് പറയുന്നില്ല. പരിപാടി പട്ടണം തീർക്കുന്ന റോഡിലായതുകൊണ്ട് നമുക്കറിയാം ഈ ചെർക്കള കള്ളടുക്ക റോഡ് കേരളത്തിൽ നിന്ന് കർണാടകയ്ക്ക് ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇത്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ, എത്ര ആൾക്കാർ ഈ റോഡിൽ കേരള കർണാടക പോകുന്നുണ്ട്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കേരള ഭരിക്കുന്ന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം 2016 ഈ റോഡിൻ്റെ ടെൻഡറായത് 46 കോടി രൂപേൻ്റെ ടെൻഡറായി കുദ്രോളിൻ്റെ ഒരു കരാറുകാരന് ഇതിൻ്റെ ടെൻഡർ എടുത്തിട്ട് അയാൾ ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ മുമ്പോട്ട് വരാതിരിക്കുമ്പോൾ നമ്മൾ അന്നുകൂടി നമ്മൾ സമരം നടത്തിയാണ് രണ്ടാമത്തെ സബ് കോൺട്രാക്ടർ നെല്ലിക്കട്ടിലത്തെ ഒരു കരാറുകാരന് കൊടുത്തത്. 20 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ
ചെറുക്കലത്ത് നിന്ന് ഉക്കിനർക്ക വരാണ് റോഡ്. ഈ റോഡിൻ്റെ 20 കോടി രൂപയ്ക്ക് ഫസ്റ്റ് 46 കോടി രൂപയ്ക്ക് 20 കിലോമീറ്റർ ഫസ്റ്റ് ലെയർ ഇട്ടിട്ട് രണ്ടാമത്തെ ലെയർ ഇടാൻ സർക്കാർ എന്തോ ബുദ്ധിമുട്ടായിട്ട് സർക്കാർ റീടെൻഡർ വിളിക്കണം. റീടെൻഡർ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ എത്രയോ ആൾക്കാർ പോകുന്ന റോഡാണ് നമുക്കറിയാം. കഴിഞ്ഞ മഴക്കാലത്ത് സാറ് ഇവിടെ ഒരു ആക്സിഡൻറ്റ് 3 ആൾ മരണപ്പെട്ടത് നമുക്കറിയാം. ഉക്കിനടുക്കതിൻ്റെ താഴത്തെ സ്റ്റോപ്പിൽ 3 ആൾ മരണപ്പെട്ടത് ഇതേ റോഡിൽ. അപ്പോൾ ഇതിൻ്റെ 5 പേര് മരണപ്പെട്ടത്. ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബദിയടുക്ക മണ്ഡലത്തിൻ്റെ ഒരു സൂചന സമരമാണ്. ഇത് കണ്ട് പഠിച്ചില്ലെങ്കിൽ ബദിയടുക്ക മണ്ഡല കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തകരും റോഡിൽ കയറുന്ന സമരം ചെയ്യുന്ന ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിയ ബദിയടുക്ക മണ്ഡലത്തിൻ്റെ എല്ലാ നേതാക്കന്മാർക്ക് പ്രവർത്തകന്മാർക്ക് ഒന്നുകൂടി അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ DCCയുടെ പ്രസിഡന്റ് CK ഫൈസൽ ക്ഷണിച്ചുകൊണ്ട് രണ്ട് വാക്ക് നിർത്തുന്നു. ജയ് കോൺഗ്രസ്. ബദിയടുക്ക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്യാം പ്രസാദ് മാന്യ, ഈ പരിപാടിയിലൂടെ പങ്കെടുക്കുന്ന ബദിയടുക്ക മണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് DKDFന്റെ പ്രസിഡന്റ് കൂടിയായ വാസുദേവൻ, കോൺഗ്രസിന്റെ സമുന്നതരായ മറ്റ് നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, ജനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ബദിയടുക്ക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇപ്പോൾ ഈ റോഡിൻ്റെ ഈ ദയനീയാവസ്ഥക്കെതിരെ, ഈ റോഡിൻ്റെ തകർച്ചക്കെതിരെ ഈ സമരം ഇപ്പോൾ നടത്തുന്നു. നമുക്കറിയാം, ചെർക്കള മുതൽ കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ഹൈവേ ആണ് ഈ റോഡ്. ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2016 ടെൻഡർ ചെയ്യുകയും ആ ടെൻഡർ എടുത്ത കോൺട്രാക്ടറുകാരൻ പാതി വഴിയിൽ നിർത്തുകയും വീണ്ടും വേറൊരു കോൺട്രാക്ടർ ഇത് ഏറ്റെടുക്കുകയും 2016 തുടങ്ങിയ ഈ റോഡിൻ്റെ, ഈ പ്രധാനപ്പെട്ട ഈ റോഡിൻ്റെ പണി ഇതുവരെ പൂർത്തീകരിക്കുവാൻ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് സാധിച്ചില്ല എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ചെർക്കള തൊട്ട് ബദിയടുക്ക ടൗൺ വഴി, കല്ലടുക്ക വഴി മെഡിക്കൽ കോളേജ്, കാസർഗോഡ് മെഡിക്കൽ കോളേജ് എല്ലാം ബന്ധിപ്പിക്കുന്ന ഈ വളരെ പ്രധാനപ്പെട്ട ഈ റോഡിൻ്റെ ഈ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണം നടത്താത്തതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരാണ്, PWD വകുപ്പ് മന്ത്രിയാണ് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ സർക്കാരിന് ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് ഇപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന കുണ്ടും കുഴിയുമായി വാഹനത്തിന് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, ജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യം. മഴക്കാലത്ത് കുണ്ടും കുഴിയുമായതിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷം വാഹന അപകടം പറ്റുകയും 3 ആളുകൾ മരണമടയാൻ ഇടയാകുകയും ഉണ്ടായ ഒരു സാഹചര്യം ഇവിടെ ഇതെല്ലാം ഉണ്ടായിട്ട് പോലും കേരളം ഭരിക്കുന്ന പിണറായി വിജയനോ അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയോ ഇതിൻ്റെ ഗൗരവം ഏറ്റെടുത്തുകൊണ്ട് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള ഒരു നടപടിയും ചെയ്യുന്നില്ല. ഒരു സർക്കാരിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് സ്റ്റേറ്റ് ഹൈവേ, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ ഹൈവേയെ പോലും ഗതാഗത യോഗ്യമാക്കുന്ന നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്ന് പറയുന്നത് ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയും ജനങ്ങളോട് കാണിക്കുന്ന അനീതിയുമാണ് എന്നാണ് എനിക്ക് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് അടിയന്തരമായി തന്നെ സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി തന്നെ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്ന നടപടികളുമായി മുമ്പോട്ട് പോകണം. ഇപ്പോൾ റീടെൻഡർ ചെയ്യണം. 2016 40 കോടി രൂപക്കാണ് ടെൻഡർ എടുത്തത്, 46 കോടി രൂപക്ക്. 2016 തൊട്ടിപ്പോൾ 2025 9 വർഷമായി.
അതുകൊണ്ട് അടിയന്തരമായി റീടെൻഡർ ചെയ്തുകൊണ്ട് ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികളുമായി ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കണ്ണു തുറക്കുന്നില്ല. വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഈ കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും കേരളത്തിന്റെ റോഡിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന PWD വകുപ്പ് മന്ത്രി പോലും ഇത് കാണാതെ മുമ്പോട്ട് പോകുന്നു. പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ കേരളത്തിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ LDF ഗവൺമെന്റും PWD മന്ത്രി ഉൾപ്പെടെ കൊട്ടിയാഘോഷിച്ചു. എന്താ ഇപ്പൊ സ്ഥിതി? ഇന്നിപ്പോ ദേശീയപാത നിർമ്മാണത്തിനുണ്ടായ അപാകത, പല സ്ഥലങ്ങളിലും പാലങ്ങൾ തകർന്നു, അപ്രോച്ച് റോഡുകൾ തകർന്നു. ജനങ്ങൾ ഏറെ ഭയാശങ്കയിൽ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥാവിശേഷമാണ് ദേശീയപാതയിലുള്ളത്. സമാനമായി തന്നെ സ്റ്റേറ്റ് പാത ഹൈവേയിലും ഇതുപോലെ സമാനമായ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ സമാനമായ സംഭവവികാസങ്ങളാണുള്ളത്. അതുകൊണ്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു, ഒരു സർക്കാരിന്റെ ദൗത്യം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇതുപോലെയുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളിൽ 2.5 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ 2 തവണകളാക്കി CPM-ന്റെയും DYFയുടെയും ആളുകളെ കുത്തി നിറക്കുന്നതിന് ഒരു പ്രശ്നമില്ല. PSC-യെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇവിടെ DYFയുടെയും CPM-ന്റെയും SFIയുടെയും ആളുകളെ കുത്തി നിറക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് PR ഏജൻസിയെ കൊണ്ട് ഗവൺമെന്റ് ചെയ്യാത്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ഒരു വിഷയങ്ങളുമില്ല. പക്ഷേ ഇതുപോലെ നാട്ടിന് വേണ്ടി, നാട്ടിന്റെ വികസനത്തിന് വേണ്ടി സ്റ്റേറ്റ് ഹൈവേ പോലെയുള്ള റോഡുകളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് കരാറുകാർ പറയുന്നു നമുക്ക് പണം തരാത്തതിന്റെ പേരിലാണ് ഇതിന്റെ പണി പൂർത്തിയാക്കാത്തത് എന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വ്യതിയാനക്ക മണ്ഡലം കമ്മിറ്റി ശബ്ദമുയർത്തിയിരിക്കുന്നത് ഇത് ഈ ധർണാ സമരം കൊണ്ട് ഇവിടെ അവസാനിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇത് ജനങ്ങളുടെ വിഷയമാണ്. ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും ഈ സമരത്തെ കൊണ്ടുപോകുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിലുണ്ടാവുമെന്ന് നമ്മുടെ പ്രിയങ്കരായ DCCയുടെ അമരക്കാരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് തുടക്കം മാത്രമാണ്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ കാതു തുറപ്പിക്കുന്നതിന് വേണ്ടി, കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി, ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്യാംപ്രസാദ് മാന്യ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത DCCയുടെ പ്രസിഡന്റ് ശ്രീ DK ഫൈസൽ, അതേപോലെ മഞ്ചേരിക്ക മണ്ഡലം ചാർജ് വഹിക്കുന്ന നേതാവ് വാസുദേവൻ നായർ ഉൾപ്പെടെ ഈ പ്രതിഷേധ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്ന നേതാക്കളെ, സഹപ്രവർത്തകരെ, നമുക്കറിയാം ചെറുക്കള കല്ലെടുക്ക സംസ്ഥാനാന്തര പാതയിൽ ഈ രൂപപ്പെട്ടിട്ടുള്ള കുഴി ഇത് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ നാളുകളിൽ ഈ സമരം യുവജന പ്രസ്ഥാനവും കോൺഗ്രസ് പ്രസ്ഥാനവും ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണാ സമരത്തിന് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും നിർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യും. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, കോൺഗ്രസ് സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്. ഇന്നീ സമരം സൂചന മാത്രം, ഇന്നീ സമരം സൂചന മാത്രം. കോൺഗ്രസ് സിന്ദാബാദ്. അറിഞ്ഞോ നാട്ടാര്, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, ആകെ കുഴിയാണ്, കുഴിയാണ്. എവിടെ പോയി, എവിടെ പോയി, എവിടെ പോയി, എവിടെ പോയി, പൊതുമരാമത്ത് മന്ത്രി എവിടെ പോയി, എടുത്തു നടക്കുമ്പോൾ റോഡിലെ കുഴിയെടുത്ത് നടക്കും. ഓർത്തോ റിയാസേ, റോഡുകളാകെ ഗതാഗത യോഗ്യമാക്കും. അറിഞ്ഞോ നാട്ടാര്, ആകെ കുഴിയാണ്, എവിടെ പോയി, എവിടെ പോയി, പൊതുമരാമത്ത് മന്ത്രി എവിടെ പോയി, എടുത്തു നടക്കുമ്പോൾ റോഡിലെ കുഴിയെടുത്ത് നടക്കും. ഓർത്തോ റിയാസേ, റോഡുകളാകെ ഗതാഗത യോഗ്യമാക്കും.